ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ അദൽസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പൂവാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്തിരി വട്ടത്തിൽ കട്ട് ചെയ്ത വൈറ്റ് പേപ്പേഴ്സ്, പിന്നെ നമ്മൾ മരുന്നിലൂടെയൊക്കെ കിട്ടുന്നില്ലേ ML ഒക്കെ നോക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്, പിന്നെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പ്, പിന്നെ ഒരു പശ. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ? ആദ്യം തന്നെ നമുക്ക് ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അടപ്പെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. എന്നിട്ട് ഒരു വട്ടത്തിലുള്ള വൈറ്റ് പേപ്പർ, പശയൊന്നും ആദ്യം വേണ്ട. പിന്നെ നമുക്ക് ആദ്യം കണ്ടില്ലേ, ഈ സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുന്നില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ അകത്താക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ബാക്ക് ഭാഗമില്ലേ, ആ സംഭവം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയാവും. ഇനി നമുക്ക് അടുത്ത പശ എടുത്തിട്ട് ഈ സൈഡ് ഇങ്ങനെ ഇത്തിരി പശ തേച്ചിട്ട് നമുക്ക് അടുത്ത വൈറ്റ് പേപ്പർ എടുത്ത് ഈ സൈഡിലായിട്ട് നേരത്തെ ഒട്ടിച്ചിരുന്നു അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഈ ലെയർ മുഴുവൻ നമുക്ക് ഒട്ടിച്ചാലോ? ഫെവിക്കോൾ കൊണ്ടാണ് ഒട്ടിക്കുന്നത് നല്ലത്. ഇതുകൊണ്ട് ഒട്ടിച്ചാൽ അധികം ഒട്ടത്തില്ല, പെട്ടെന്ന് ഒട്ടത്തില്ല, സമയം. കണ്ടില്ലേ? ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും ചെയ്താലോ? അതിനു മുന്നേ തന്നെ ഈ ഹോൾ കണ്ടില്ലേ, ഈ ഹോൾ അടയുന്നത് വരെ ഈ വൈറ്റ് പേപ്പേഴ്സ് വെച്ച് ചെയ്യണം. ചിലപ്പോൾ ഈ വൈറ്റ് പേപ്പേഴ്സ് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെയും വെട്ടി ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് വരെ ചെയ്താലോ? ഞാൻ ഇടയ്ക്കൊരു കാര്യം വിട്ടുപോയി. ഞാൻ ഈ അടപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സർക്കിൾസ് ഇല്ല, തീർന്നു പോയി. അപ്പം നമുക്ക് ഇത് എന്താണെന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ മടക്കാം. ഒരു ഷീറ്റ് കിട്ടുന്നെങ്കിൽ ഈ A4 സൈസ് പേപ്പർ ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ലാസ്റ്റ് അവസാനം ഇത് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഈ അടപ്പ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഈ അടപ്പ് നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചില്ലേ, എന്നിട്ട് നമുക്കൊരു പെൻസിലെടുത്ത് ഇങ്ങനെ റൗണ്ട് ആക്കാം. അങ്ങനെ നമുക്ക് കഴിയുന്ന അത്രയും റൗണ്ട്സ് വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ 3 റൗണ്ട്സ് ഞാൻ ഇപ്പോൾ വരച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിനി വെട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ കുറേ സർക്കിൾസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ അടപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കിത് മുഴുവൻ ഒട്ടിച്ചെടുത്താലോ? അങ്ങനെ നമുക്ക് ലാസ്റ്റ് പേപ്പറും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂ ചെറുതായിട്ട് ഹോളടങ്ങി, ഇത്രയും ഹോളടങ്ങിയാൽ മതി. ഇനി നമുക്ക് പൂവായോ നോക്കരുത്. നിങ്ങൾ സംശയം ഇങ്ങനെ പൂവാവോ അല്ലേ കൊളാവേണ്ടല്ലേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയാലോ? ഈ അടപ്പ് ഞാൻ വളർത്താൻ പോകുന്നു. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൊള്ളാമോ?